ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണും, ഇത് ആക്ച്വലി ഒരു 2 ബെഡ്റൂം വില്ലയാണ്. ഇതിൻ്റെ തൊട്ട് മുൻപിൽ തന്നെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോൺ കാസലിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാർ പാർക്കിംഗ് ഒക്കെ ഇവിടെ കേട്ടോ. നമുക്ക് ഒരു 1-2 കാറുകളൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ 2 ബെഡ്റൂമാണിത്. മാക്സിമം ഒരു 6 പേർക്കൊക്കെ, 6-7 പേര് മാക്സിമം. ഞങ്ങളിപ്പോൾ 3 പേരെ ഇത് എടുത്തിട്ടുള്ളൂ. എന്തായാലും സംഗതി ഒരു കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു വില്ല കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് ഒരു ബെഡ്റൂം. ആക്ച്വലി അത്യാവശ്യം നല്ല ബെഡ്റൂമാണ്. അതെ, വലിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം വാഷ്റൂം കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഷ്റൂമാണ്. ടവൽസും അതേപോലെ ഷാമ്പും സോപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കിച്ചൺ, അതായത് ഒരു ചെറിയൊരു സ്റ്റൗ, ഇതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അല്ലാതെ ഫുഡൊക്കെ ചൂടാക്കാനായിട്ട് നമുക്ക് ഒരു ഓവനും പിന്നെ ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതും കൊള്ളാം, കുഴപ്പമില്ല. എനിക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയാം, ഇവിടെ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു അരുവിയുണ്ട് കേട്ടോ. ഇതാ അവിടെയാണ് ഞാൻ പറഞ്ഞ അരുവി. ഒരു ചെക്ക് ഡാം പോലെ നമുക്ക് അവിടെ കുളിക്കാം കേട്ടോ. അങ്ങോട്ടേക്ക് ഇതുവഴി പോകാൻ പറ്റും. അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. ഇവിടെ നിന്ന് നമ്മുടെ അരുവി കാണാം. കൊള്ളാം. എനിക്കൊന്ന് ഫാമിലീസിനും കൊള്ളാം, ബാച്ചിലേഴ്സിനും കൊള്ളാം. എനിക്കൊന്ന് കപ്പിൾസിനും കുറച്ചുകൂടി ഇഷ്ടപ്പെടും. മുകളിലത്തെ റിസോർട്ടുകളൊന്നും പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പ്രൈവസിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അങ്ങോട്ടൊന്ന് കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്ത റിസോർട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള രാത്രിയത്തെ ഒരു നൈറ്റ് ആംബിയൻസ് എന്നൊക്കെ പറയാം. ഫുൾ ടൈം നമുക്ക് ഈ അരുവിയുടെ സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇത്തിരി വെള്ളമുണ്ട്, കൂടുതലാണ്. മഴ ഇല്ലാത്ത സമയങ്ങളിൽ മിക്കവാറും ഡ്രൈ ആയിരിക്കണം. പിന്നെ ഒരു ചെക്ക് ഡാം പോലെ ആയതുകൊണ്ട് എനിക്കൊന്ന് വെള്ളം വരുമെന്ന് തോന്നുന്നു ഫുൾ ടൈം. എന്തായാലും ഇനി പതുക്കെ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കട്ടെ. ഇതാണ് നമ്മുടെ സ്റ്റേയിൽ നിന്നുള്ള അതിരാവിലെയുള്ള എന്താ പറയുക പ്രഭാത കേട്ടോ. നമുക്കെപ്പോഴും ഈ ഒരു അരുവിയുടെ സൗണ്ട് കേൾക്കാം. ഇഷ്ടംപോലെ കിളികളുള്ള ഏരിയയാണ്. നമ്മുടെ പാട്ട് പാടുന്ന മലബാർ വിസ്ലിംഗ് തൃശ്ശിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ജീപ്പ്. നമ്മൾ ജസ്റ്റ് ഉളുപ്പുണ്ണിയിൽ പോയിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് അല്ല, നമ്മൾ വാഗമൺ എടുക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് 2500 പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉളുപ്പുണ്ണിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ജീപ്പ് ഒന്ന് നിൽക്കുന്ന സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കേട്ടോ, ഒന്ന് തെന്നിയാൽ അങ്ങോട്ട് താഴോട്ട് വീഴും. ഇവിടെ ഒരു ഡെഡ് എൻഡാണ്. എനിക്കൊന്ന് ഇവിടെ ചെറിയ എന്തോ ക്യാമ്പിംഗ് സൈറ്റ് പോലെ വരുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, നല്ല കിടിലം വ്യൂ. ഒരു ഹിഡൻ വാട്ടർഫോൾസ് ആട്ടോ ഇത്. നമുക്ക് അങ്ങോട്ട് ആക്സസിബിലിറ്റി ഇല്ല തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്നാൽ കാണാം, അത്രയേ ഉള്ളൂ. അവിടെയൊക്കെ ഫോഗാണ് ആ ഭാഗത്തൊക്കെ. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇത്തിരി ക്ലിയറാണ്. കണ്ടോ, എനിക്ക് ഈ ജീപ്പ് ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ കാണുമ്പോൾ മനസ്സിലാവും. അവിടെ നിന്ന് കുറച്ച് പേര് നടന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഇങ്ങ് അറ്റത്ത് വന്നു. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും കുറച്ചുകൂടെ നടക്കാനില്ല, ഇടയിൽ ഒരു കാടിൻ്റെ ഇടയിൽ കൂടെ പോകണം. നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു 360 ഡിഗ്രി വ്യൂ എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ടേക്ക് ദൂരെ കുറച്ച് ടൗണൊക്കെ കാണാം കേട്ടോ. നല്ല ദൂരെയാണത്. ഇതിൽ അത്ര ക്ലിയർ ആണോ എന്നറിയില്ല. നമ്മളിപ്പോൾ 2ാമത്തെ വ്യൂ പോയിന്റിലെത്തി. ഇതാണ് കോട്ടമല വ്യൂ പോയിന്റ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ മലയിൽ ബാക്കിയുണ്ടെങ്കിൽ ആനയെ കാണാം. ആക്ച്വലി നമ്മൾ കാണുന്നുണ്ട് അവിടെ മുകളിൽ പൊട്ടുപോലെ. നമ്മളിൽ നമ്മുടെ ഏറ്റവും എന്താ പറയുക ഫോറസ്റ്റിനോട് അടുത്തുള്ള ഏരിയ ഇതാണ് കേട്ടോ. ഈ ഉളുപ്പുണ്ണി കോട്ടമല ഏരിയയാണ്. വേറെ ഭാഗമുള്ള ഫോറസ്റ്റ് ഏരിയ ഒന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞ ആനിമൽസൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നേരെ മൂന്നാർ വരെയും ഉള്ള ഫോറസ്റ്റാണ്, കണക്റ്റഡ് ആണെന്നാണ് പറഞ്ഞത് നമ്മുടെ ജീപ്പിലെ ചേട്ടൻ. നല്ല ഫ്രെയിമല്ലേ, അടിപൊളി. കാർമേഘം വരുന്നുണ്ട്, മഴ പെയ്യുമെന്തോ. നമുക്കെന്തായാലും ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാം. നമ്മളത് അവസാനത്തെ ഒരു വലിയ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ളത് വാട്ടർഫോൾസാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാട്ടോ. ആ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ്, റിസർവോയറൊക്കെ.
അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇത് ഭയങ്കര ഓഫ് റോഡാണ് കേട്ടോ. പ്രത്യേകിച്ച് 2 ദിവസമായിട്ട് മഴയായതുകൊണ്ട് ചെളി അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ട് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. പക്ഷേ സംഭവം പൊളിയാണ്. നമ്മുടെ ഉളുപ്പുണ്ണി ടണൽ, അതായത് അറപ്പുകാട് ടണലും വെള്ളച്ചാട്ടവും ഉള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും താഴോട്ട് പോയാലേ കുറച്ച് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇവിടെ പല സ്ഥലങ്ങളിലും ഇറങ്ങാനുള്ള സ്പോട്ടുണ്ട്. നമ്മൾ പണ്ട് ഇവിടെ ഗ്രീൻ ഹിൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ താമസിച്ചപ്പോൾ അവിടെ നിന്ന് നടന്ന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്ന് നമ്മൾ ഉളുപ്പുണ്ണിയിലെ വേറെ ഓഫ് റോഡ് സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല. ഈ ടണലിൻ്റെയും വാട്ടർഫോൾസിൻ്റെയും ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ ഈ ഭാഗത്താണ് വെള്ളച്ചാട്ടം ഏറ്റവും ഭയങ്കര ഫോഴ്സിൽ വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ഒട്ടും സേഫ് അല്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു പാലം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാലം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം കേട്ടോ. കുളിക്കാനൊക്കെ നിങ്ങൾ ഡ്രസ്സ് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങാം. ഇത് ചിലർ ജീപ്പൊക്കെ ഇവിടെ എത്തി കഴുകും. അവിടെ പോയി ജീപ്പ് തിരിച്ചിട്ട് വരും. അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ട് ഇപ്പോൾ അലൗഡല്ല, കാരണം അവിടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പിന്നെ ട്രൈബൽസ് ഒക്കെ ഉണ്ട്, ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാലം ഇവിടുത്തെ നല്ലൊരു ഹൈലൈറ്റാണ്. അപ്പോൾ നമ്മുടെ ടിയാൻ സ്റ്റോൺ കാസിൽ ഇത് മാനേജ് ചെയ്തിരിക്കുന്നത് വോയ ഹോംസാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തത് വോയ ഹോംസ് വഴിയാണ്. ഇവിടുത്തെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആംബിയൻസ് ആണ് മൊത്തത്തിൽ പോസിറ്റീവായിട്ട് നമുക്ക് ഫസ്റ്റ് ഫീലിംഗ് വന്നത്. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനെ ഈ അടുത്ത് സ്ട്രീംസോ വാട്ടർഫോൾസൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കാര്യത്തിൽ വളരെ സാറ്റിസ്ഫൈഡാണ്. പിന്നെ മഴക്കാലം കൂടി ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. വെള്ളം ഇനിയും കൂടും. പിന്നെ എനിക്കൊന്ന് ചൂട് സമയത്ത് വളരെ കുറവായിരിക്കും തോന്നുന്നു. പിന്നെ ഡിന്നർ ഇവിടെ ഇല്ല. അത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എടുക്കാം. കാരണം ഇവർ വാങ്ങിച്ചു തന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉള്ള ഫുഡ് എനിക്ക് അത്ര സൂപ്പറായിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല, അത്രേ തോന്നിയുള്ളൂ. കാരണം ഇതിലും നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് നമ്മൾ പല ഹോം സ്റ്റേയിലും റിസോർട്ടുകളും കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡില്ല, അത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കിവിടെ എക്സ്ട്രാ പേയ്മെൻറ്റിൽ കിച്ചൺ യൂസ് ചെയ്യാം. അത് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ഇതായിട്ട് എടുക്കാം. പിന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ്, പിന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റാണ്. പിന്നെ ഇവിടെ നല്ല ക്ലൈമറ്റാണ്. ഒരു എന്താ പറയുക, ഭയങ്കര കൊച്ചി പിടിക്കുന്ന തണുപ്പില്ല, എന്നാൽ അതേസമയം ഒട്ടും ചൂടില്ല. സാധാരണ ഈ മഴക്കാലം അല്ലാത്ത സമയങ്ങൾ വാഗമണ്ണൊക്കെ രാവിലെ നല്ല ചൂടായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ചൂടില്ല. ഈ ഒരു സ്പേസ് നമ്മൾ ഇവിടെ നിന്ന് ഉളുപ്പുണ്ണി വലിയ ദൂരമില്ല കേട്ടോ. നമ്മൾ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളൊരു ഓഫ് റോഡ് ജീപ്പ് എടുത്തായിരുന്നു. വേണമെങ്കിൽ ആ ജീപ്പ് ഡ്രൈവറുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ലൊരു ജീപ്പ് ഡ്രൈവറായിരുന്നു. നമ്മൾ പല സ്ഥലത്തും കൊണ്ടുപോയി. പിന്നെ നിങ്ങൾ ഈ പുള്ളിയെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഇപ്പം ഏത് ഭാഗത്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടാണ് ബാക്കി വ്യൂ പോയിൻറ്റ്സ് പോകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വെള്ളച്ചാട്ടത്തിൽ പോയാൽ മതി അങ്ങനെ. അതായത് കുറച്ച് സ്പോട്ട്സ് നമ്മൾ കൊണ്ടുപോയായിരുന്നു. ഫസ്റ്റ് ഹിഡൻ വാട്ടർഫോൾസ് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിൽ കൊണ്ടുപോയായിരുന്നു. അതൊരു കിടിലം വ്യൂ പോയിൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് അടിപൊളി വിഷ്വൽസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് നമ്മുടെ കോട്ടമല വ്യൂ പോയിൻറ്റിലാണ്. ഈ വാഗമണ്ണിൽ വരുമ്പോൾ നമുക്ക് മൃഗങ്ങളെ, അതായത് ആനയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് എനിക്കൊന്ന് കോട്ടമല ഒരു ഏരിയയിലാണ്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ആന ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ നമ്മുടെ ക്യാമറയിൽ വലിയ സൂമില്ലാത്തതുകൊണ്ട് എടുത്ത് കാണാൻ പറ്റും. നമ്മൾ ചെന്ന ഉടനെ തന്നെ വളരെ സിമ്പിളായിട്ട് അപ്പുറത്തെ മലയിലും ആന നിൽക്കും നമ്മൾ കണ്ടായിരുന്നു. ഒരു ഒറ്റേനായിരുന്നു തോന്നുന്നു, ഒറ്റയ്ക്കായിരുന്നു. വേറെ കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റി. അതൊരു നല്ല സ്പോട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത് പോയത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ, അതായത് ക്യാച്ച്മെൻറ്റ് ഏരിയ കാണുന്ന ബാക്ക് സൈഡ് ആണെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. ആ ഏരിയയിൽ കൊണ്ടുപോയി. അതും നല്ലൊരു അടിപൊളി സ്പോട്ടായിരുന്നു. അവിടെ നിന്ന് ധാരാളം നമ്മുടെ ഹെലികോപ്റ്റർ പറത്തി ധാരാളം ദൃശ്യങ്ങൾ എടുത്തായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. പിന്നെ നമ്മൾ ചെന്ന സമയമായപ്പോഴത്തേക്കും ഒരുപാട് മറ്റ് ജീപ്പുകളും വന്ന് അങ്ങനെ തിരക്ക് കൂടി. ബാക്കി 2 സ്പോട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു പ്രൈവസിയൊക്കെ കിട്ടി. പിന്നെ ഇതേ ജീപ്പ് ഡ്രൈവർ ഇവർ പറഞ്ഞത് ഈ ഒരു റൂട്ട് അല്ലാണ്ട് വേറെ നമുക്ക് ഇപ്പോൾ പുള്ളിക്കാനം ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ജീപ്പ് ഡ്രൈവറിനെ വേണമെങ്കിൽ പുള്ളി അങ്ങനെ കൊണ്ടുപോകുന്ന ആണെന്ന് പറഞ്ഞു. എല്ലാവരും സ്ഥിരം റൂട്ടാണ് കൊണ്ടുപോകാറ്. ഇപ്പോൾ വാഗമണ്ണൊക്കെ നിങ്ങൾ ജീപ്പ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ സ്ഥിരം റൂട്ടാണ് ഇത് ഞങ്ങൾ ഈ പറഞ്ഞത്. ചിലർ കോട്ടമല വ്യൂ പോയിൻറ്റിലും കൊണ്ടുപോകാറില്ല. ഇത് ആ ജീപ്പ് റൈഡിന് ഇവിടെ നിന്ന് ഈ സ്റ്റേ ചെയ്യുന്നതായത് 2500 രൂപയുള്ളൂ. ഇപ്പോൾ നമ്മൾ വാഗമണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ ടൗണിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ 3500 രൂപയൊക്കെ ആവും. പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് വിളിച്ചു തിരിച്ച് എല്ലാം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവിട്ടു. റേറ്റ് പറഞ്ഞില്ല. ഇവിടെ ഇത് മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ വോയ ഹോംസ് വഴിയാണ് ഇവർ കൊടുക്കുന്നത്. ഞാനും ബുക്ക് ചെയ്തത് വോയ ഹോംസ് വഴിയാണ്.
ഈ ഒരു ഇതിന് ഞങ്ങൾ ഇതിനകത്ത് 2 ബെഡ്റൂംസ് ഉണ്ട്. ഞങ്ങൾക്ക് ആയത് 9200 രൂപയാണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് പ്രൈസിയാണ്. ഭയങ്കര ഓപ്പൺ വ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ചുറ്റും മരങ്ങളൊക്കെ നല്ല കിളികളുടെ സൗണ്ടൊക്കെയാണ് രാവിലെ എണീക്കുമ്പോൾ. ഇത് ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ടീ ആൻഡ് സ്റ്റോൺ കാസിൽ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ഉളുപ്പുണ്ണി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചി അനുഭവങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.